ഗുഡ്നസ് ടി വിയുടെ പ്രിയ പ്രേക്ഷകർക്ക് മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ ജില്ലയിൽ നെല്ലിക്കുന്ന് സ്വദേശി ബ്രദർ തോമസ് പൈനാടത്തിനെയാണ്. അദ്ദേഹത്തിൻ്റെ സംഗീത യാത്രകളെയും ജീവിത അനുഭവങ്ങളെയും നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ അടുത്തറിയാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഗുഡ്നസ് ടി വിയുടെ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് ബ്രദറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് തോമസ്. ഒഫീഷ്യലായിട്ട് ഫീൽഡിൽ അറിയപ്പെടുന്നത് തോമസ് പൈനാടത്ത്. പിന്നെ ജീവിത പങ്കാളി ഷീജ തോമസ്. പിന്നെ 3 പെൺമക്കളാണ് എനിക്കുള്ളത്. മൂത്തവൾ അനീറ്റ, അവൾ MBA പഠിക്കുന്നു. രണ്ടാമത്തവൾ അൽഗ മേരി തോമസ്, അവൾ നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. മൂന്നാമത്തവൾ എസ്റ്റർ മേരിയ തോമസ്, അവൾ ഇപ്പോൾ ഫസ്റ്റ് ഇയർ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് എൻ്റെ അപ്പനും അമ്മയും നേരത്തെ മരിച്ചു പോയി. പിന്നെ 2 സഹോദരിമാരാണ് എനിക്കുള്ളത്. അവരെല്ലാം നേരത്തെ വിവാഹം കഴിച്ച് അവർക്കും നല്ല കുടുംബങ്ങളായിട്ട് അവർ ജീവിക്കുന്നു. ബാല്യകാലം ഒന്ന് ഓർത്ത് പറയാമോ? എൻ്റെ അപ്പച്ചൻ അന്തോണി, അദ്ദേഹത്തിൻ്റെ ജോലി കച്ചവടമായിരുന്നു. നമ്മുടെ തൃശ്ശൂർ മ്യൂസിയത്തിൻ്റെ മുമ്പിൽ സോളർ സർബത്ത് അങ്ങനെ സംഭവങ്ങളൊക്കെ വെച്ച് നടന്നിരുന്നു. ഞാനും ചെറുപ്പത്തിൽ അപ്പച്ചനെ സഹായിക്കാൻ പോകാറുണ്ടായിരുന്നു. പിന്നെ അമ്മ മേരി, അമ്മച്ചി വീട്ടു ജോലിക്കായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. മിഷൻ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ വീടുകളിലൊക്കെ ആയിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവരെ വിശ്വസ്തയായിട്ടുള്ള കാര്യസ്ഥയെ പോലുള്ള ജോലിയൊക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ സ്കൂൾ ജീവിതം ക്ഷാരമഠം എന്ന സ്കൂളിൽ സിസ്റ്റർമാരുടെ നേതൃത്വത്തിലുള്ള ഒരു സ്കൂളായിരുന്നു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ. പിന്നെ 5ാം ക്ലാസ് മുതൽ തൃശ്ശൂർ തോപ്പ് സെൻറ് തോമസ് ഹൈസ്കൂളിലായിരുന്നു. 5 മുതൽ 10 വരെ 5 മുതൽ 10 വരെ ആ സ്കൂളായിരുന്നു. അതിനിടയിൽ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് മുതലാണ് എൻ്റെ സംഗീത ജീവിതത്തിലേക്കുള്ള ഒരു വഴി തുറന്നു തരുന്നത്. 5, 6, 7 പഠിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ സംഗീതത്തിൻ്റെ അഭിരുചി ഉണ്ടോ എന്ന് പോലും എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ദൈവം എന്നിൽ നിക്ഷേപിച്ചിരുന്ന ആ സംഗീതത്തെ മാറ്റിവെച്ചെടുക്കാനായിട്ട് കാരണമായൊരു സ്കൂൾ ജീവിതത്തിൽ ഒരു 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ ഞാൻ 7ലും 8ലും ഒക്കെ തോറ്റ് ഇരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ 7ലും 8ലും തോറ്റതിന് ശേഷമാണ് നമ്മുടെ സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫ് എൻ്റെ കൂടെ എത്തി ഞാൻ. അപ്പോഴാണ് എൻ്റെ സംഗീതത്തിലുള്ള ആ അഭിരുചി കൂടുതൽ എനിക്ക് അവനായിട്ടുള്ള ആ പരിചയപ്പെടലും അവിടെ തൊട്ടുള്ള പരിചയമാണ് എന്നിലുള്ള സംഗീതകാരനെ ദൈവം തന്നുള്ള കഴിവിനെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ അവൻ അന്നേ ടാലൻ്റായിട്ടുള്ള വിദ്യാർത്ഥിയാണ്. നന്നായി പാടും നന്നായി പഠിക്കും ചെയ്യുന്ന ഒരാളായിരുന്നു അൽഫോൺസ്. പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരത്തിൽ എൻ്റെ കസിൻ ബ്രദറായ ഷെർദിൻ തോമസ്, അവൻ 1-2 ഫിലിമുകളൊക്കെ പാടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും ഒരു പാട്ടിൻ്റെ ഒരു ലോകമായി സ്കൂളിലെ പ്രയർ സോങ് പാടൽ, പിന്നെ കോമ്പറ്റീഷന് പോകൽ, അങ്ങനെയാണ് എന്നിലുള്ള എന്നിൽ തന്നിട്ടുള്ള ദൈവത്തിൻ്റെ വരദാനം തിരിച്ചറിയുകയും പിന്നെ അൽഫോൺസ് എനിക്ക് അതിൻ്റെ ബാലപാഠങ്ങൾ ഓർഗൻ വായിക്കാനും കീബോർഡ് വായിക്കാനൊക്കെയുള്ള ബാലപാഠങ്ങളൊക്കെ പഠിപ്പിച്ച് തന്നത് അൽഫോൺസ് ആയിരുന്നു. ഫോഴ്സ് ഒക്കെ പറഞ്ഞു തന്നത് അൽഫോൺസ് ആയിരുന്നു. പിന്നെ 10ാം ക്ലാസ് പഠനത്തിന് ശേഷം ഞാനും അൽഫോൺസും പിന്നെ ഒരുമിച്ച് സെൻറ്റ് അലോഷ്യസ് കോളേജിൽ പ്രീലിഗിരി, അന്ന് പ്രീലിഗിരി, ഇപ്പോൾ +2 പ്രീലിഗിരിക്ക് ഞാൻ അൽഫോൺസ് ഒരുമിച്ചായിരുന്നു. കോളേജ് ജീവിതത്തിൻ്റെ ഇടയിലായിരുന്നു ഞങ്ങൾ ജീസസ് യൂത്തൊക്കെ ആയിട്ട് പ്രവർത്തിക്കാനും ഈശോയോട് കുറേ അടുക്കുവാനായിട്ട് സാധിച്ചു. അതിന് മുമ്പ് ഒരു സംഭവം വീട്ടിൽ പോയായിരുന്നു. ഞാൻ 10 വയസ്സുള്ളപ്പോൾ അതിന് മുമ്പ് ഓൾട്ടർ ബോയ്സിൽ ചേർന്ന് ഈശോയുടെ ശുശ്രൂഷയിൽ ആയിരിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഞാൻ പണ്ട് താമസിച്ചിരുന്നത് ഇവിടെയല്ല, ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് നെല്ലിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണെങ്കിലും പണ്ട് താമസിച്ചിരുന്നത്
തൃശ്ശൂരിനടുത്ത് ചെമ്പുഷാബ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ ഹോളി ഫാമിലി മഠത്തിലായിരുന്നു എൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ഇതിന് ശേഷം ഞാൻ കുർബാനിച്ച് കൂടാനായിട്ട് അൽസാര ബാലസംഘത്തിൽ ചേർന്ന് ഈശോയുടെ ശുശ്രൂഷയിൽ ആ ഓർമ്മ ഇപ്പോൾ പറഞ്ഞപ്പോൾ ആ ഓർമ്മകൾ ഒരു മധുര ചിരിയുന്ന പോലെയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. എന്നെ മുൻതൂക്കാൻ എനിക്ക് രാവിലെ എണീച്ച് പോകുമ്പോൾ എന്നെ മുൻതൂക്കാനായിട്ട് അമ്മച്ച് എൻ്റെ അമ്മ എന്നെ സഹായിക്കും എന്നും. അപ്പം അമ്മ അതിനേക്കാൾ നേരത്തെ എനിക്ക് അതിന് പോകേണ്ട വിഷയങ്ങൾ ചെയ്യാനായിട്ട് മുൻതൂക്കാനും അതൊക്കെ ഇപ്പോൾ ഓർമ്മയിൽ വരുന്നു. പക്ഷെ മറിഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഓർമ്മയിൽ വരുന്ന മധുര സ്മരണ. അപ്പോൾ അതിനുശേഷം കോളേജിൽ വന്നതിന് ശേഷം ഞങ്ങൾ ജീസസ് യൂത്തായിട്ടും പിന്നെ ഞാൻ കൂടുതലും എനിക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല. എൻ സി സിയിലുണ്ടായിരുന്നു ഞാൻ അൽഫോൺസൊക്കെ. അപ്പോൾ എൻ സി സിയിൽ ഭാഗമായിട്ട് ഓൾ കേരള ലെവലിൽ ക്യാമ്പുകൾക്കൊക്കെ പോകുകയാണുള്ളൂ. ഞാൻ പഠനത്തിൽ വളരെയധികം പിന്നോട്ടായിരുന്നു. പീഡിയക്ക് ഞാൻ 4th ഗ്രൂപ്പായിരുന്നു പഠിച്ചിരുന്നത്. അത് വളരെ വിജയമായ രീതിയിൽ പൊട്ടി. എനിക്ക് ഒറ്റ മാർക്സ് ഉണ്ടായില്ല. അതോടുകൂടെ എൻ്റെ പഠനം അവസാനിച്ചു. ആ പഠനത്തിന് ശേഷം പിന്നെ അൽഫോൺസ് നല്ല രീതിയിൽ ഡിഗ്രി പഠനം പിന്നെ മറ്റ് സംഗീത പഠനമൊക്കെ ആയിട്ട് അവൻ നന്നായിട്ട് മുന്നോട്ട് പോയി. ഞാൻ എൻ്റേതായിട്ടുള്ള ജീവിത രീതിയിൽ ചുരുങ്ങി. നമുക്ക് വീട്ടിലെ ബാധ്യതകൾ ഘടകങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഞാൻ കൊച്ചു ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇവിടെ എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു മെഡിക്കൽ ഷോപ്പിലൊക്കെ ആയിരുന്നു ആദ്യം ജോലി ചെയ്തിരുന്നത്. ഒരു 2 വർഷത്തോളം മാത്രമായിരുന്നു അത് അങ്ങനെ ജോലി ചെയ്തിരുന്നത്. പിന്നെ അതിന് ശേഷം എനിക്ക് ഞാൻ സ്വയം എനിക്ക് കീബോർഡ് പഠിക്കാനും അത് ഗുരുമുഖത്ത് പോയി പഠിക്കാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നില്ല. നമ്മുടെ ഒരു അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് സ്വയം കീബോർഡ് അതിൻ്റെ ഫോഴ്സും നൊട്ടേഷനൊക്കെ ഫിറ്റിരുന്ന് പഠിക്കുക. അന്നത്തെ ഒരു താല്പര്യത്തിൽ നൊട്ടേഷനും എല്ലാം പിന്നെ പലരോടും ഹെൽപ്പ് ചോദിച്ചും ഓരോരുത്തരും സഹായിച്ചിരുന്നു. അങ്ങനെ സഹായിച്ചുകൊണ്ട് ഞാൻ നൊട്ടേഷനൊക്കെ അത്യാവശ്യം നൊട്ടേഷൻ നോക്കി വായിക്കാവുന്ന രീതിയിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടു. അന്നും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ഈശോയാണ് എന്നെ ഇത് എല്ലാം പഠിപ്പിച്ചിരുന്നു എന്നുള്ളത് എനിക്ക് അന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു തൃശ്ശൂരിലൊരു നമ്പർ 1 ഓർക്കസ്ട്രയിൽ തൃശ്ശൂർ വേവ്സ് എന്ന് പറഞ്ഞ അന്ന് തൃശ്ശൂരിൻ്റെ ഈ ഗാനമേള ഫീൽഡിൽ തിളങ്ങി നിന്നിരുന്ന ഒരു ഓർക്കസ്ട്ര ട്രൂപ്പായിരുന്നു. അതിൽ കയറുവാനായിട്ട് എനിക്ക് സാധിച്ചു. കയറിയപ്പോൾ തന്നെ എന്നെ അതിൻ്റെ മ്യൂസിക് ഡയറക്ടറായിട്ട് അവർ എനിക്ക് സ്ഥാനം തന്നു. അപ്പോൾ എല്ലാവർക്കും നൊട്ടേഷൻ എഴുതി കൊടുക്കാനും എല്ലാവരും എല്ലാം സെറ്റ് ചെയ്യാനും അതിലൂടെ എനിക്ക് നല്ലൊരു പഠനം ആയിരുന്നു. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയത്. അപ്പം അങ്ങനെ ഈ ഫീൽഡിലേക്ക് എത്തിപ്പെട്ടു.
ദൈവത്തിൻ്റെ വിളി തിരിച്ചറിഞ്ഞ് ഒരു ഫുൾ ടൈമറായിട്ട് ഗാന ശുശ്രൂഷ തുടങ്ങിയത് എങ്ങനെയായിരുന്നു? ചിറ്റൂർ വേവ്സ് എന്ന ഗാനമേള ട്രൂപ്പിലെത്തി അവിടെ ഒരു 3 വർഷത്തോളം. അതെനിക്ക് ശരിക്കും ഈ തൃശ്ശൂർ നമ്പർ 1 കീബോർഡിസ്റ്റ് എന്നുള്ളൊരു ലേബൽ എനിക്ക് കിട്ടാൻ സാധിച്ചു. എനിക്ക് ഒരു നല്ല അനുഭവങ്ങളിലൂടെ കടന്നുപോയി ഈ ഒരു ഫീൽഡിലേക്ക് നല്ല രീതിയിൽ എത്തിപ്പെടാനുള്ളൊരു ദൈവവിളിയായിരുന്നു. ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിക്ക് സ്വന്തമായിട്ട് കീബോർഡൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഗാനമേള ട്രൂപ്പിൻ്റെ കീബോർഡ് ഉപയോഗിച്ചില്ല. അപ്പോൾ അവർക്കും മടുത്തു തുടങ്ങി. നല്ല കീബോർഡ് ഉള്ള ആർട്ടിസ്റ്റുകളെ വിളിക്കുന്ന അവർക്ക് ആഗ്രഹം. അപ്പോൾ എന്നോട് പറയാനും മതി. അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് കോയമ്പത്തൂരിലൊരു ട്രൂപ്പിൽ നിന്ന് ഒരു വിളി വരുന്നത്. അവിടെ കീബോർഡുണ്ട്, അത് വന്നാൽ മതി എന്നുള്ളൊരിതിൽ. അപ്പോൾ പിന്നെ ഇവിടുത്തെ അപേക്ഷിച്ച് പിന്നെ ശമ്പളം കൂടുതലുണ്ട്, ഇവിടുത്തെക്കാളും ശമ്പളം ഇരട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോയി. അവിടെ ഒരു 3 വർഷം. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വേറൊരു നാട്, അവിടുത്തെ ചുറ്റുപാട്, അങ്ങനെ പിന്നെ അവിടുത്തെ സംഗീതപരമായിട്ടില്ല. അപ്പോൾ അതൊരു 3 വർഷത്തെ എക്സ്പീരിയൻസ്, അതായത് 6 വർഷം. അപ്പോൾ എനിക്ക് പിന്നെ തൃശ്ശൂർ ഉള്ളൊരു വേറൊരു ട്രൂപ്പ്, മ്യൂസിക് ഇന്ത്യ എന്നൊരു ട്രൂപ്പിൽ അവർ ഒരു കീബോർഡ്സ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വീട്ടിൽ പോകാമല്ലോ. മറ്റേ മാസത്തിൽ ഒരിക്കൽ 2 തവണയൊക്കെ വീട്ടിൽ വന്ന് പോകാൻ പറ്റുമായിരുന്നുള്ളൂ, കോയമ്പത്തൂരായതുകൊണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണെങ്കിലും പോക്കുവരവ് ബുദ്ധിമുട്ടായതുകൊണ്ട് വീട്ടിൽ വന്ന് പോകാമല്ലോ, ഗാനമേള കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടക്കാം, ചോദിച്ചിറങ്ങാം എന്നുള്ളൊരു ആഗ്രഹത്തിൽ അവിടെ നിന്ന് അത് അവസാനിപ്പിച്ച് ഇവിടെ വന്നു മ്യൂസിക് ഇന്ത്യ. അവിടെയും ഒരു 3 വർഷം. അവിടെ മ്യൂസിക് ഇന്ത്യയിലെ 3-ാമത്തെ വർഷത്തിൻ്റെ ഇടയിലാണ് 1999 എൻ്റെ വിവാഹം കഴിയുന്നത്. ജീവിത പങ്കാളിയായിട്ട് ഷീജ വരുന്നത്. അപ്പോൾ വിവാഹത്തിന് ശേഷം 1 വർഷത്തോളം കൂടെ ഞാൻ ആ ഗാനമേള ട്രൂപ്പിൽ ഞാൻ തുടർന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പോൾ എൻ്റെ ആദ്യത്തെ വർഷം ഞാൻ ഈ കോയമ്പത്തൂർ ഗാനമേള ട്രൂപ്പിലായിരിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് ആൽബം ഞാൻ ചെയ്തത്. ഉണ്ണീശ്വരനെ പാടിയെടുക്കുന്ന താരാട്ടുപാട്ടായിരുന്നു അത്. കോയമ്പത്തൂർ ഗാനമേള ട്രൂപ്പിലായിരുന്നപ്പോഴായിരുന്നു എൻ്റെ ആദ്യ ആൽബവും. ഫിലിമിലെ പാട്ട് എഴുതുന്ന ശ്രീ ജോഫി തറകനും ഞാനും കൂടെയായിരുന്നു. എൻ്റെ അയൽവാസിയാണ് അദ്ദേഹം ഞാനും കൂടെയുള്ള ഫസ്റ്റ് ആൽബം. അദ്ദേഹത്തിൻ്റെയും ആദ്യം ആൽബം തന്നെ. വേറെ പാട്ട് അദ്ദേഹം മുമ്പ് ചെയ്തെങ്കിലും ഡിവോഷനിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അവൻ്റെ ആദ്യത്തെ ആൽബം. അതിൽ ഉണ്ണിമേനോൻ പാടി, സ്വർണ്ണലത പാടി, പിന്നെ വിശ്വനാഥ് എന്നുണ്ട്, അവനും ഫിലിമിൽ പാടിയിരിക്കുന്ന ആളാണ്. 1-2 നല്ല പാട്ടുകൾ, ഫേമസ് ആയിട്ടുള്ള പാട്ടുകൾ പാടും. അവൻ പാടിയ പാട്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇതിൽ പാടാൻ പറ്റില്ല. സ്വർണ്ണലത പാടിയ പാട്ട് എൻ്റെ മനസ്സിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഉണ്ണീശ്വരെ താരാട്ട് പാടി കൊടുക്കുന്ന ഒരു പാട്ട്. സ്വർണ്ണലതയുടെ ശബ്ദം ചേർന്ന് വരുമ്പോൾ ഒരു പ്രത്യേക രസമായിരിക്കും. രണ്ടുപേരും ഞാൻ പാടി കേൾപ്പിക്കാം. ഉള്ളിത്തിഴാവുറങ്ങ് പൊൻകളിത്തേൻ ചുഴമുന്നുറങ്ങ്, ഉള്ളിത്തിഴാവുറങ്ങ് പൊൻകളിത്തേൻ ചുഴമുന്നുറങ്ങ്. അങ്ങനെ ഒരു നല്ലൊരു മനോഹരമായൊരു പാട്ടായിരുന്നു സ്വർണ്ണലത പാടിയിരുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഓർക്കസ്ട്രേഷൻ വർക്കുകളും എല്ലാം ഞാൻ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു തുടങ്ങി ദൈവകൃപയാൽ. അപ്പോൾ അവിടെ നിന്ന് അവസാനിച്ച് ശേഷം ഞാൻ ഇവിടെ തൃശ്ശൂരുള്ളൊരു ട്രൂപ്പിലേക്ക് വന്നതിന് ശേഷമാണ് എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ. ഈ തൃശ്ശൂർ ഒരു മ്യൂസിക് ഇന്ത്യ എന്നുള്ളൊരു ഓർക്കസ്ട്രയിലായിരിക്കുമ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞു 99. അപ്പോൾ ആയിരത്തിലാണ് ഒരു പ്രയർ ഗ്രൂപ്പ് ഡിവൈനിൽ ആരംഭിച്ച ഒരു സിറ്റി ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുന്ന പ്രയർ ഗ്രൂപ്പിൽ കുറച്ച് സഹോദരന്മാർ എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു, തോമസ് കുറച്ച് പാട്ടുകൾ ഓർക്കസ്ട്രേഷൻ വർക്കുകൾ ചെയ്യണം, നമ്മുടെ സഹോദരൻ കുറച്ച് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ വർക്ക് ഞാൻ ചെയ്തു. അപ്പോഴാണ് ആ പ്രയർ കൂട്ടായ്മയുടെ അവരുടെ പ്രാർത്ഥന, അന്ന് എല്ലാ ഞായറാഴ്ച ചാപത്ത് ആചരിക്കുന്ന അങ്ങനെ സംഭവങ്ങളൊക്കെ ഇല്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഞായറാഴ്ചകൾ അവിടെ പ്രയറിന് പോകാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കീബോർഡ് വായിച്ച് പാടാൻ തുടങ്ങി. ഞാൻ പാട്ട് പാടുമായിരുന്നു, എങ്കിലും അങ്ങനെയൊന്നും പാടുമായിരുന്നില്ല. അപ്പോൾ കീബോർഡ് വായിച്ച് ഈശോയുടെ പാട്ടുകൾ പാടാൻ തുടങ്ങി. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ മതിച്ചു തുടങ്ങി.
ഇനിയിപ്പോൾ ഈ ഗാനമേള വേണോ വേണ്ടേ അങ്ങനെ ഒരു ചിന്ത എനിക്ക്. അപ്പം പിന്നെ ഫസ്റ്റ് ഞാൻ ഈശോയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അത് തീരുമാനിച്ചു, ഇനി ഗാനമേള ചെയ്യുന്നില്ല. സിറ്റി ഇവാഞ്ചലൈസേഷൻ കൂട്ടായ്മയിൽ ഞാൻ ശുശ്രൂഷയ്ക്ക് ഞാൻ കീബോർഡ് വായിച്ച് പാടാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങി വന്നപ്പോഴാണ് എനിക്ക് അത്യാവശ്യം ശുശ്രൂഷയ്ക്ക് ഒറ്റയ്ക്കൊക്കെ പാടാൻ ആവുന്നൊരു കണ്ടീഷൻ ഞങ്ങളെ ഈ കൂട്ടായ്മയിൽ ഞങ്ങൾ നടത്തുന്ന ധ്യാനങ്ങളും പള്ളികളിലൊക്കെ പോകുന്ന ശുശ്രൂഷകളൊക്കെ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയപ്പോൾ BLM എന്ന ധ്യാന കേന്ദ്രം ആളൂര്, അവിടെ എന്നുള്ളൊരു അച്ഛൻ പറഞ്ഞിട്ട് ഒരു ശുശ്രൂഷ എന്നെ വിളിച്ചാണ്. ഒരു 5 ദിവസത്തെ ധ്യാനത്തിന് അവരുടെ പാട്ടുകാരന് പ്രത്യേകിച്ച് പെട്ടെന്ന് ഒഴിവ് വരാൻ പറ്റിയില്ല, ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചിട്ട്. ആദ്യമായാണ് അങ്ങനെ താമസിച്ചുള്ള ധ്യാനത്തിന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷമുള്ള ഞാൻ വരാം, പക്ഷെ എനിക്ക് ഇങ്ങനെ താമസിച്ചുള്ള ധ്യാനത്തിന് ഭാര്യ എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞു. അത് സാരില്ല ബ്രദർ, ഞങ്ങൾ സഹായിക്കാം. അപ്പം അങ്ങനെ അവിടെ ചെന്ന് ആദ്യമായിട്ട് BLM എന്നുള്ള ധ്യാന കേന്ദ്രത്തിലാണ് താമസിച്ചുള്ള ധ്യാനത്തിൽ ഞാൻ തുടക്കം വിടുന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ശുശ്രൂഷകളിലേക്ക് അങ്ങനെ കടന്നു. ആ സമയത്തൊക്കെ ശരിക്കും ശുശ്രൂഷകളിലേക്ക് കടന്നു വന്ന സമയത്തൊക്കെ ശരിക്കും സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പക്ഷേ ദൈവം എല്ലാം ക്രമീകരിച്ച് തന്നു. അതിനടുത്ത് വല്ലപ്പോഴും വല്ല ഓർക്കസ്ട്ര മറ്റുള്ള വല്ലതും കിട്ടുമ്പോൾ ചെയ്യും. അന്ന് സ്വന്തമായിട്ട് കീബോർഡ് ഇല്ലാത്തതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും കുറേ നാളുകൾക്ക് ശുശ്രൂഷയ്ക്ക് ഈ ശുശ്രൂഷയ്ക്ക് സിറ്റി ഇവാഞ്ചലൈസേഷൻ ശുശ്രൂഷയ്ക്ക് പോലും എനിക്ക് സ്വന്തമായിട്ട് കീബോർഡില്ല. അവിടെ ഫുൾ ടൈമുള്ള ഒരു കീബോർഡായിരുന്നു ഉപയോഗിച്ചില്ല. അപ്പം അതൊക്കെ വെച്ച് അങ്ങനെ ശുശ്രൂഷയ്ക്ക് കണ്ടമാനം ചെയ്യാനിട്ട്. BLM റിട്രീറ്റ് സെൻ്ററിൽ അല്ലാതെ വേറെ എവിടെയെങ്കിലുമൊക്കെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ടോ? BLM ധ്യാനങ്ങൾ അവിടെ ഒരു എഫാത്ത എന്നൊരു കൂട്ടായ്മയുടെ ആയിരുന്നു അവിടെ ശുശ്രൂഷകൾ. അത് മാസത്തിലൊരു തവണ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ തൃശ്ശൂർ വെട്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് സ്നേഹാശ്രമം എന്നൊരു ആശ്രമമുണ്ട്. അവിടെയും മാസത്തിലൊരു 5 ദിവസത്തെ ശുശ്രൂഷകൾ ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ ഈ സിറ്റി ഇവാഞ്ചലൈസേഷൻ കൂട്ടായ്മയിൽ അപ്പോഴും ഉണ്ട് ഞങ്ങളുടെ ശുശ്രൂഷകളും എല്ലാം കൂടെയാണ് ചെയ്തത്. പിന്നെ അടുത്ത് ഫ്രീ ടൈം ഉള്ളപ്പോൾ പല പ്രദേശത്ത് പ്രത്യേകിച്ച് ലിബയിലുണ്ടായിരുന്ന, ഇപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടോയെന്ന് അറിയില്ല, ബ്രദർ ജോർജ് അജിമാലി ബ്രദർ ഞങ്ങൾ തമ്മിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ സ്ഥലത്തേക്ക് ശുശ്രൂഷകൾക്ക് പോയിട്ടുണ്ട് ബ്രദറിൻ്റെ കൂടെ. അങ്ങനെ ഇൻഡിപെൻഡൻ്റായിട്ട് ഒക്കെ ചെയ്ത് കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ധ്യാനകേന്ദ്രമായ ജെറുസലേം ധ്യാനകേന്ദ്രത്തിലേക്ക് അവിടെ പാട്ട് പാടുന്ന ഒരു സഹോദരി അവിടെ നിന്ന് വേറൊരു ധ്യാനകേന്ദ്രത്തിൽ അവിടെ നിന്ന് പോകാൻ പോകുന്നു. അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് വന്ന് എല്ലാ വെള്ളിയാഴ്ചകളും ശുശ്രൂഷയ്ക്ക് കീബോർഡ് വായിക്കണം, പക്ഷേങ്കിൽ പാട്ട് പാടണം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളി വന്നു. അപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. എനിക്ക് ജെറുസലേം ധ്യാനകേന്ദ്രത്തിൽ കീബോർഡ് വായിക്കണം ആഗ്രഹിച്ച് നടന്നിരുന്നു ഞാൻ. അപ്പോൾ അവിടേക്ക് ചെന്നപ്പെട്ടു. അവിടെ ഒരു 10 വർഷത്തോളം ശുശ്രൂഷകൾ, അവിടുത്തെ എല്ലാ ശുശ്രൂഷകളും സിസ്റ്റർമാരുടെ ധ്യാനത്തിന് പോലും വലിയ മെയിൻ ധ്യാനത്തിൽ പോലും പാടാനായിട്ട് വേറെ പാട്ടുകാരൊക്കെ ഉണ്ട്. എങ്കിലും അവരുടെ ഗ്യാപ്പിലൊക്കെ ഞാൻ കീബോർഡ് വായിച്ച് പാടും. അല്ലാത്ത അങ്ങനെ ഇഷ്ടപ്രകാരം ശുശ്രൂഷകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നന്നായി ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചില്ല. ബ്രദറിൻ്റെ ജീവിതത്തിലെ ഒരു ദൈവാനുഭവം നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാമോ? ഞാൻ ഈ ജെറുസലേം ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറത്തേക്ക് ശുശ്രൂഷകൾക്കൊക്കെ പോകുമായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് എനിക്ക് പല്ലിൻ്റെ ഈ ഭാഗത്തൊരു പല്ലൊരു ഷാർപ്പ്നെസ് ഉണ്ടായിരുന്നു, നല്ല അത് വെച്ച് എനിക്ക് ഇവിടെ ഒരു മുറിവുണ്ടായി. പക്ഷെ അത് കാര്യമാക്കിയില്ല. ആ പല്ലിൻ്റെ ഷാർപ്പ്നെസ് വരച്ച് കളഞ്ഞാൽ മതി, പക്ഷെ അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അവിടെ മുറിവ് ഉണ്ടായി. ആ മുറിവ് ഇങ്ങനെ നിലനിർത്തി ഞാനത് എന്തെങ്കിലും ആവശ്യമെന്ന് വെച്ചാൽ അത് ഇതായി. അത് എനിക്ക് പിന്നീട് അത് ക്യാൻസറിൻ്റെ ഒരു അവസ്ഥയ്ക്ക് വന്നു, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി. പക്ഷെ അത് ക്യാൻസർ ആയെങ്കിലും ഞാനത് എന്താ പറയുക, ദൈവത്തോടുകൂടെയുള്ള ശുശ്രൂഷയിലായതുകൊണ്ട് ഞാനത് മൈൻഡ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ പിന്നീടാണ് അത്രയ്ക്കും വേദന വന്നപ്പോഴാണ് അത് പോയി കാണുകയും ഇതാണ് മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴും ക്യാൻസറാണെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് പരിഭ്രമമൊന്നും ഉണ്ടായില്ല. മറ്റുള്ളവർക്കായിരുന്നു അതിൻ്റെ വിഷമം ഒക്കെ
ഉള്ളത് എങ്കിലും വീട്ടിൽ ജീവിതമാകലി മക്കൾ അവസരങ്ങൾ നല്ല വർഷമായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ വലിയ പരിപാലനം അനുഭവിക്കാനായിട്ട് ആണ് എനിക്കത് സാധിച്ചത്. ആ ഒരു അനുഭവത്തോടെ അത് ഓപ്പറേഷൻ ചെയ്ത് എടുക്കേണ്ടി വന്നു. പക്ഷേ ദൈവത്തിൻ്റെ വലിയൊരു കരുതൽ, മറ്റുള്ളവരുടെ സ്നേഹം ഒക്കെ അതിലൂടെ അനുഭവിച്ചറിയാനായിട്ട് എനിക്ക് സാധിച്ചു. പിന്നെ ഡോക്ടർമാർ പറഞ്ഞ് ചിലപ്പോൾ വർത്തമാനം സംസാരിക്കാൻ പറ്റില്ല, അങ്ങനെ പാട്ട് പാടാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഞാനിപ്പോൾ പാട്ട് പാടുന്നു, ഇങ്ങനെ വർത്തമാനം പറയുന്നു. അത് തന്നെ ദൈവത്തിൻ്റെ വലിയൊരു കൃപയും ആ കരുതലുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോനാഥ ഈശോനാഥ നീ എന്നുമെൻ്റെ സ്നേഹമല്ലേ. ഈശോനാഥ ഈശോനാഥ നീ എന്നുമെൻ്റെ സ്നേഹമല്ലേ. നിന്നോട് കൂടെ എന്നും വസിക്കാൻ നിന്റെ പാതയിൽ സഞ്ചരിക്കാൻ, നിന്നോട് കൂടെ എന്നും വസിക്കാൻ നിന്റെ പാതയിൽ സഞ്ചരിക്കാൻ. ഈശോനാഥ ഈശോനാഥ നീ എന്നുമെൻ്റെ സ്നേഹമല്ലേ. ജീവിത ദുഃഖത്തിൽ സഹനത്തിൽ ദോഷത്തിൽ നിരാശയിൽ ഞാൻ തളർന്നിടുമ്പോൾ, ജീവിത ദുഃഖത്തിൽ സഹനത്തിൽ ദോഷത്തിൽ നിരാശയിൽ ഞാൻ തളർന്നിടുമ്പോൾ, ദുഃഖദുരിത വേളകളിൽ ആശ്വാസമായി വന്നിടുന്നു എന്നെ മാറോടച്ച് പുൽകിടുന്നു. ഈശോനാഥ ഈശോനാഥ നീ എന്നുമെൻ്റെ സ്നേഹമല്ലേ. മഹത്വമുള്ള ശുശ്രൂഷകൾ ചെയ്യാൻ ബ്രദറിൻ്റെ ജീവിതത്തെ ഒരുക്കിയ ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം ബ്രദറിൻ്റെ വിലയേറിയ സമയം ഞങ്ങൾക്കായി ചിലവഴിച്ചതിന് ബ്രദറിനും നന്ദി പറയുന്നു. തോമസ് ബ്രദർ തൻ്റെ ജീവിതത്തിലെ വേദന നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ആ സഹനങ്ങളെ സ്വീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയത് നാം കണ്ടു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും പ്രത്യാശയും പ്രാർത്ഥനയും എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. മറ്റൊരു വ്യക്തിയുടെ വിശേഷമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.